നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇതുവരെ 17 തെരഞ്ഞെടുപ്പുകളിൽ പ്രവചനങ്ങൾ നടത്തിയപ്പോൾ 2 തവണ മാത്രമാണ് തെറ്റിയിട്ടുള്ളതെന്ന് റാഷിദ് CP പറയുകയാണ്. റാഷിദിന് നമുക്ക് എല്ലാവർക്കും അറിയാം, തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ വളരെ നിർണായകമായ ഫലപ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ള 6 തോക്കും 6 ജയിക്കും എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഏകദേശം എങ്കിലും കണക്കുകൾ വ്യക്തമായി പ്രവചിക്കുന്ന ഒരു വ്യക്തിയാണ് റാഷിദ് എന്ന് പറയുന്നത്. മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായ ഫലപ്രഖ്യാപനം നടത്തി ശ്രദ്ധ നേടിയിട്ടുള്ളയാൾ തന്നെയാണ് റാഷിദ്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും ഹരിയാന നിയമസഭ തെരഞ്ഞെടുപ്പിലുമാണ് റാഷിദിന്റെ കണക്കുകൂട്ടലുകൾക്ക് പിഴവ് സംഭവിച്ചത്. 2021 പിണറായി 2.0 സംഭവിക്കുമെന്ന് റാഷിദ് പ്രവചിച്ചിരുന്നു. 17 തെരഞ്ഞെടുപ്പുകളിൽ പ്രവചനം നടത്തിയപ്പോൾ 2 എണ്ണം പൂർണ്ണമായും പരാജയപ്പെട്ടിട്ടുമുണ്ട്. ഒപ്പം ഇവിടെ കുറിക്കാത്ത ഫിറോസ് കുന്നപ്പറമ്പിലിനെ 2021 ജയിപ്പിച്ചു എന്ന തരത്തിൽ കുറെ കാലമായി നടക്കുന്ന പ്രചരണം പച്ചക്കള്ളമാണെന്നും റാഷിദ് ഫേസ്ബുക്കിൽ കുറിച്ചു. റാഷിദിന്റെ പ്രവചനം ചർച്ചകളിൽ നിറയുമ്പോഴാണ് അദ്ദേഹം വീണ്ടും വിശദീകരണവുമായി രംഗത്തു വരുന്നത്. CP റാഷിദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കാം. പ്രിയപ്പെട്ടവരോടാണ്, എന്റെ ബോധ്യങ്ങളാണ് ഞാൻ നമ്പറുകളായി കുറിച്ചത്. അങ്ങനെ തന്നെയായിരുന്നു 2021 കുറിച്ചത്. പലരും ആവേശത്തോടെ അഭ്യർത്ഥിച്ചിട്ടും ഞാൻ കുറിപ്പ് ഇട്ടത് വോട്ടിംഗ് പ്രക്രിയ പരിപൂർണമായും അവസാനിച്ച ശേഷമാണ്. അതിൽ മറ്റൊന്നും കൊണ്ടല്ല. നമ്മുടെ ഈ ഏർപ്പാടുകൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തുന്നതിലെ അനീതി തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ്. എനിക്ക് ജനാധിപത്യത്തിലെ തെരഞ്ഞെടുപ്പ് ഉത്സവം എല്ലാ അർത്ഥത്തിലും ആവേശമാണ്. അങ്ങനെ സോഷ്യൽ മീഡിയയിലെ സാധ്യതകളിൽ തുടങ്ങിയ ഒരേർപ്പാടാണ് ഇത്. അതിൽ 17 തെരഞ്ഞെടുപ്പുകൾ ഈ വാളിൽ കുറിച്ചിട്ടുണ്ട്. 2 എണ്ണം പൂർണ്ണമായും പരാജയപ്പെട്ടിട്ടുമുണ്ട്. ഒപ്പം ഇവിടെ കുറിക്കാത്ത ഫിറോസ് കുന്നപ്പറമ്പിലിനെ 2021 ജയിപ്പിച്ചു എന്ന തരത്തിൽ കുറെ കാലമായി നടക്കുന്നത് പച്ചക്കള്ളമാണ്. UDF 91 മുതൽ 102 സീറ്റ് വരെ നേടുമെന്നാണ് റാഷിദിന്റെ ഇക്കുറിയുള്ള പ്രവചനം. LDF 38 മുതൽ 48 സീറ്റിലേക്ക് ഒതുങ്ങുമെന്നും അദ്ദേഹം പറയുന്നു. NDA 1 മുതൽ 3 സീറ്റ് വരെ നേടുമെന്നും പ്രവചിക്കുന്നു. 2001 ശേഷം ഇടതുപക്ഷത്തേക്ക് അടുത്ത ന്യൂനപക്ഷ വോട്ടിന്റെ പരിപൂർണമായ റിവേഴ്സ് സ്വീപ്പ് ഇത്തവണ നടന്നതായി അദ്ദേഹം പറയുന്നു. സ്വജനപക്ഷപാതം കൂടുതൽ പ്രകടമായി. അത് ഇടതടിസ്ഥാന അനുഭാവ വോട്ടർമാരെ ഒരേപോലെ നിരാശപ്പെടുത്തി. രാഷ്ട്രീയ നിലപാടിലെ തുടർച്ചയായ അസ്ഥിരത ഇടത് രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യരെ ആകെ നിരാശപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ വ്യക്തിഗത ഗ്രാഫിൽ സമാനതകൾ ഇല്ലാത്ത കുറവ് സംഭവിച്ചുവെന്നും അദ്ദേഹം പറയുന്നു. ഇടതുപക്ഷത്തിന് തിരിച്ചടി കിട്ടാനുള്ള കാരണമാണ് ഇക്കാര്യം വിശദീകരിക്കുന്നത്. വോട്ട് കണക്കെടുക്കുന്നതിന് എണ്ണത്തേക്കാൾ ശതമാന കണക്കാണ് അടിസ്ഥാനമാക്കിയാണ് താൻ പ്രവചനം നടത്തുന്നത് എന്നാണ് റാഷിദ് പറയുന്നത്. ശതമാനക്കണക്ക് പബ്ലിക് മൈൻഡുമായി കണക്ട് ചെയ്തിരിക്കുന്നതാണ്. മാറ്റമുണ്ടെങ്കിൽ അതിൽ കാണാനാകുമെന്ന് റാഷിദ് പറയുന്നു. പതിവില്ലാത്ത വിധം ന്യൂനപക്ഷ വോട്ടിന് ശേഷം ഏകീകരണം സംഭവിച്ചു എന്നാണ് UDFന് അനുകൂലമായി റാഷിദ് കാണുന്ന ഒരു ഘടകം. പോളിംഗ് ശതമാനം മേഖലകളും പരിശോധിക്കുമ്പോൾ ഇത് കാണാനാകുമെന്നും റാഷിദ് പറയുന്നു. 2001 തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിലൊരു ഏകീകരണം നടക്കുന്നത്. അതിനുശേഷമാണ് CPM നേതൃത്വത്തിലേക്ക് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും വരുന്നത്. അവർ മുസ്ലിങ്ങൾക്കിടയിൽ കടന്നു വന്നു. അതിന്റെ തിരിച്ചുപോക്കാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് റാഷിദിന്റെ നിരീക്ഷണം. മണ്ഡല പുനർനിർണയം വഴി UDFന് തിരിച്ചടിയായിരുന്ന സാഹചര്യം SIRലൂടെ മറികടന്നു. UDF വോട്ട് ബാങ്ക് ആക്റ്റീവാക്കാൻ ഇത് കാരണമായെന്നും റാഷിദിന്റെ നിരീക്ഷണത്തിൽ പറയുന്നു. ശബരിമല പോലെയുള്ള വിഷയങ്ങൾ CPMന്റെ വോട്ടായ ഈഴവ സമുദായത്തിലും പൊതുബോധത്തിലേക്കും നിരാശപ്പെടുത്തി. വിശദീകരണങ്ങൾ തൃപ്തികരമായിരിക്കുന്നില്ല എന്നും റാഷിദ് പറയുന്നു. ഇതിനോടൊപ്പമാണ് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയ്ക്കുണ്ടായ ഇടിവ്. മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ചിത്രം മാത്രമുള്ള ഫ്ലക്സ് വെച്ചുള്ള പ്രചരണം തിരിച്ചടിയായെന്നും റാഷിദ് നിരീക്ഷിക്കുന്നു. തന്റെ പ്രവചനത്തിൽ ബിജെപിക്കായി പറയുന്ന സീറ്റ് നിയമമാണെന്നും റാഷിദ് പറയുന്നു. ബാക്കിയുള്ളത് സാധ്യതകൾ മാത്രമാണ്. SIR BJPയുടെ വിജയത്തിന് തിരിച്ചടി ഉണ്ടാകുന്ന ഫാക്ടറാണെന്നും റാഷിദ് വ്യക്തമാക്കി. BJPയുടെ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ വോട്ട് ഒഴിവായി. അത് വിജയത്തിലേക്ക് എത്തിയുള്ള സാധ്യത കുറയുന്നു. കഴിഞ്ഞ വർഷത്തെ വോട്ടർ പട്ടിക പ്രകാരമാണെങ്കിൽ BJPക്ക് സീറ്റ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പാകുമായിരുന്നുവെന്നും റാഷിദ് വ്യക്തമാക്കി.